ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്താ നിങ്ങളോട് പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മളിത് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലോ, അല്ലെങ്കിൽ ഇത് റെഗുലർ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുള്ളൂ. ഈ രീതിയിൽ ഇത് ട്രാക്ക് ചെയ്താൽ അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മാർക്കറ്റിംഗ് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ശരിക്കും നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് നല്ലൊരു രീതിയാണ്, നല്ലൊരു മെത്തേഡാണോ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ കിട്ടണമെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം, നല്ല ബിസിനസ്സുകൾ ഫൈൻഡ് ചെയ്യണം, അവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, മുമ്പോട്ട് പെർഫോം ചെയ്യണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേന് പയ്യെ അത് മനസ്സിലായി വരാനായിട്ട് പറ്റും. എന്തായാലും നമ്മൾ ഈ ഒരു ചാനൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അല്ലാതെ വെറുതെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൂമേഴ്സോ നമുക്ക് കുറച്ച് കൂടുതൽ വ്യൂ കിട്ടാനുണ്ട് അങ്ങനെ ആ രീതിയിലുള്ള കണ്ടന്റുകളൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്രോപ്പറായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ മാനേജ്മെന്റ് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ പുറത്തുനിന്നുള്ള വെറുതെ ഡേറ്റാസ് ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതേപോലെ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തന്നെ പോകുന്നുള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ബിസിനസ് അനാലിസിസും അതേപോലെ പ്രോപ്പറായിട്ട് അവർ